നമസ്കാരം. മണ്ണന്തല മുക്കോല ഷഹീനയുടെ കൊലപാതകത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചനയെന്ന് സംശയം. സഹോദരൻ ഷംഷാദിന്റെ മദ്യപാനം ചോദ്യം ചെയ്തതാണ് ഷഹീന കൊല്ലപ്പെടാൻ കാരണമെന്ന വാദം പോലീസ് തള്ളുകയാണ്. ഷഹീനയും ഷംഷാദും തമ്മിൽ വഴക്കുണ്ടായത് രാവിലെയാണെന്നും സുഹൃത്ത് വൈശാഖ് അപ്പാർട്ട്മെന്റിലെത്തിയത് ഉച്ചയ്ക്കാണെന്നും റിപ്പോർട്ടുണ്ട്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ മരണസമയം വ്യക്തമാകൂ. പോത്തൻകോടാണ് ഷഹീനയുടെ വീട്. മണ്ണന്തലയിൽ ഹോം സ്റ്റേയിൽ താമസിക്കുകയായിരുന്നു ഇവർ. മണ്ണന്തലയിൽ സഹോദരിയെ കൊലപ്പെടുത്തിയ ഷംഷാദ് റൂം എടുത്തത് ഒളിവിൽ കഴിയാനെന്നും പോലീസ് കണ്ടെത്തി. ചെമ്പഴന്തി അണിയൂരിൽ ഷംഷാദ് അടിപിടിയുണ്ടാക്കിയ ശേഷം പോലീസിനെ ഭയന്ന് മണ്ണന്തലയിൽ റൂം എടുക്കുകയായിരുന്നു. സഹോദരിയെ റൂമിലെത്തിച്ചത് ചികിത്സയ്ക്ക് വേണ്ടിയെന്ന കള്ളക്കഥ മെനയാനാണെന്നും പോലീസ് പറയുന്നു. ഷംഷാദിനെതിരെ മറ്റ് അടിപിടി കേസുകളുണ്ടെന്നും പോലീസ് പറഞ്ഞു. ഷംഷാദ് കൊടും കുറ്റവാളിയാണ്. 6 മാസമായി ഭർത്താവുമായി അകന്ന് താമസിക്കുകയാണ് ഷഹീന. ശാസ്താംകോട്ട സ്വദേശിയാണ് ഭർത്താവ്. മക്കളും ഇയാൾക്കൊപ്പമാണ് താമസം. സഹോദരന്റെ ചികിത്സയ്ക്കായി മണ്ണന്തലയിൽ ഇയാൾക്കൊപ്പം വീടെടുത്ത് താമസിക്കുകയായിരുന്നു ഷഹീന എന്നാണ് ആദ്യം പോലീസിന് കിട്ടിയ സൂചന. പിന്നീടാണ് ചികിത്സയ്ക്കായിരുന്നില്ല മുറിയെടുത്തതെന്ന് വ്യക്തമാകുന്നത്. രാവിലെ ഇരുവരും തമ്മിൽ വഴക്കുണ്ടായതായി മാതാപിതാക്കൾക്ക് വിവരം ലഭിച്ചതായിട്ടും സൂചനയുണ്ട്. ഇതറിഞ്ഞാണ് അഹമ്മദ് ഷഫീഖും സലീനയും വൈകിട്ട് മണ്ണന്തലയിലെത്തിയത്. അപ്പോഴേക്കും കൊല നടന്നിരുന്നു. ഷഹീനയെ കൊന്ന ശേഷം മാതാപിതാക്കളെ ഷംഷാദ് തന്നെ വിളിച്ചു പറഞ്ഞുവെന്നും സൂചനയുണ്ട്. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മകളെ കണ്ട് പരിഭ്രാന്തരായ മാതാപിതാക്കളെ വീട്ടിൽ കയറ്റാൻ ഷംഷാദ് അനുവദിച്ചില്ല. ഇവരുടെ ഫോണും പിടിച്ചു വാങ്ങി. തുടർന്ന് പുറത്തേക്കോടി സമീപവാസികളെ അറിയിച്ച ശേഷം ഇവരിൽ നിന്ന് ഫോൺ വാങ്ങി ആദ്യം ആംബുലൻസ് വിളിക്കുകയായിരുന്നു. പിന്നീട് പോലീസിനെയും വിവരം അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ ഷഹീനയ്ക്ക് ജീവനുണ്ടായിരുന്നില്ല. മദ്യലഹരിയിലായിരുന്ന ഷംഷാദിനെയും വൈശാഖിനെയും ഉടൻ പോലീസ് പിടികൂടി. മണ്ണന്തല അത്രക്കാട്ടിൽ എൻക്ലേവ് അപ്പാർട്ട്മെന്റിലാണ് കൊല നടന്നത്. സഹോദരിയുടെ സൗഹൃദം ഷംഷാദ് ചോദ്യം ചെയ്തതിനെ തുടർന്നുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നും പറയപ്പെടുന്നുണ്ട്. സംഭവത്തിൽ വൈശാഖിന്റെ പങ്കിനെക്കുറിച്ച് വ്യക്തത വന്നിട്ടില്ല. സഹോദരിയെ കൊലപ്പെടുത്തിയതായി അറിയിച്ച് ഷംഷാദ് ഉച്ചയോടെ വൈശാഖിനെ വീട്ടിൽ വിളിച്ചു വരുത്തിയതാണെന്നും വിവരമുണ്ട്. വിവരം അറിഞ്ഞ് വൈശാഖ് എത്തിയ ശേഷം പിന്നീട് എന്ത് സംഭവിച്ചു എന്നത് ദുരൂഹമാണ്. ഷഹീനയുടെ മൃതദേഹം വെട്ടിനുറുക്കി ഉപേക്ഷിക്കാൻ പദ്ധതിയിട്ടെന്നും സൂചനകളുണ്ട്. ഉച്ചയ്ക്ക് കൊലപാതകം നടന്നെങ്കിൽ വൈകിട്ട് മാതാപിതാക്കൾ വരുമ്പോൾ മാത്രമാണ് പുറത്തറിയുന്നത്. ഷംഷാദും വൈശാഖുമാകട്ടെ മദ്യലഹരിയിൽ തൊട്ടടുത്ത മുറിയിലുണ്ടായിരുന്നു. സമീപ പ്രദേശത്തെ CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ്. എല്ലാവരുടെയും ഫോൺ വിവരങ്ങളും ശേഖരിച്ചു വരുന്നു. CCTV ദൃശ്യ പരിശോധനയിൽ വൈശാഖ് വന്ന സമയം ഉറപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട്. മൃതദേഹത്തിൽ മർദ്ദനമേറ്റതിന്റെ പാടുകളുണ്ട്. ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ നടത്തി വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കാനാണ് പോലീസ് തീരുമാനം. ഈ മാസം 14-നാണ് മണ്ണന്തലയിൽ അപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുത്തത്. ഇന്നലെ വൈകിട്ട് 5:30-ഓടെയാണ് മണ്ണന്തലയിൽ വാടകയ്ക്കെടുത്ത ഫ്ളാറ്റിൽ ഷഹീനയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. ഷഹീനയെ സഹോദരൻ ഷംഷാദ് മർദ്ദിച്ചിരുന്നതായി വൈശാഖ് പോലീസിന് മൊഴി നൽകിയതായിട്ടാണ് സൂചന. മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഷഹീനയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും.